കേരളത്തിൽ ബി.ജെ.പി. ആദ്യമേ അധികാരത്തിലെത്തിയ നഗരസഭയാണ് പാലക്കാട്. കേരളത്തിലെ തങ്ങളുടെ ഗുജറാത്താണ് പാലക്കാട് നഗരസഭയെന്നാണ് പ്രവർത്തകരും പല മുൻ നേതാക്കളും പരസ്യമായി തന്നെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അത്രയും വലിയ കാവിക്കോട്ടയായി ബി.ജെ.പി. കാണുന്ന നഗരസഭയിൽ ബി.ജെ.പി. ക്യാമ്പിനെ ഞെട്ടിക്കുന്ന മുന്നേറ്റമാണ് യു.ഡി.എഫ്. സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിരിക്കുന്നത്. വോട്ടെണ്ണലും പോസ്റ്റൽ വോട്ടുകളും സർവീസ് വോട്ടുകളും ഒപ്പം ഹോം വോട്ടുകളും എണ്ണി തീർന്ന ശേഷമാണ് നഗരസഭയിലെ 52 വാർഡുകളിലെ വോട്ടെണ്ണൽ ആരംഭിച്ചത്. പോസ്റ്റൽ വോട്ടുകളിലെ മേൽക്കൈ EVM-ലെ ആദ്യ 2 റൗണ്ടുകൾ എണ്ണുമ്പോഴും ബി.ജെ.പിക്കുണ്ടായിരുന്നു. എന്നാൽ 4000-നടുത്ത് ലീഡ് പ്രതീക്ഷിച്ച സ്ഥലത്ത് കിട്ടിയതാകട്ടെ വെറും 1418 വോട്ടിന്റെ മാത്രം ലീഡ്. വോട്ടെണ്ണൽ 3-4 റൗണ്ടിലേക്ക് കടന്നപ്പോൾ രാഹുൽ മുന്നിലെത്തി. അധികം വൈകാതെ കൃഷ്ണകുമാർ ലീഡ് തിരിച്ചു പിടിച്ചതും കണ്ടു. എന്നാൽ വെറും 1000-ൽ താഴെ വോട്ടുകളുടെ മാത്രം മേൽക്കൈയാണ് ഉണ്ടായിരുന്നത്. വോട്ടെണ്ണൽ 6-7 റൗണ്ടുകളിലേക്ക് കടന്നതിന് ശേഷം പിന്നീടങ്ങോട്ട് രാഹുലിന്റെ തേരോട്ടമായിരുന്നു. നഗരസഭയിലെ വോട്ടുകൾ എണ്ണിത്തീർന്ന് പിരായിരി പഞ്ചായത്തിലേക്ക് കടന്നപ്പോൾ ലീഡ് 5000 കടന്നത് ഞൊടിയിടയിലാണ്. നഗരസഭയിലെ ബി.ജെ.പി. ലീഡ് പിരായിരിയിൽ മറികടക്കാമെന്ന് കണക്കുകൂട്ടിയ കോൺഗ്രസിനെ പോലും ഞെട്ടിച്ച് നഗരസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ലഭിച്ചത് 4590 വോട്ടിന്റെ അവിശ്വസനീയ ലീഡ്. പിന്നീട് പിരായിരിയും മാത്തൂരും കണ്ണാടിയിലെയും വോട്ടുകൾ എണ്ണിത്തീർന്നപ്പോൾ രാഹുൽ വിജയിച്ച് കയറിയത് റെക്കോർഡ് ഭൂരിപക്ഷത്തിന്. ഒരവസരത്തിൽ ലീഡ് 20,000 കടന്നുവെങ്കിലും കണ്ണാടി പഞ്ചായത്തിലെ വോട്ടുകൾ എണ്ണിത്തീർന്നപ്പോൾ 18,840 എന്ന നമ്പറിലേക്ക് എത്തുകയായിരുന്നു. 2016-ൽ ശോഭാ സുരേന്ദ്രനെ 17,483 വോട്ടുകൾക്ക് ഷാഫി പറമ്പിൽ തോൽപ്പിച്ചതായിരുന്നു ഇതുവരെ മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും വലിയ ഭൂരിപക്ഷം. വോട്ട് ചോർച്ച പരിശോധിക്കുമെന്ന് പറയുമ്പോഴും കാവിക്കോട്ടയിൽ എന്ത് പറ്റിയെന്ന് ഇനിയും ബി.ജെ.പിക്ക് മനസ്സിലായിട്ടില്ല. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ലീഡ് നേരത്തെ പ്രവചിച്ച ഒരു വ്യക്തിയെക്കുറിച്ചാണ്. ഈ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിലെല്ലാം കൃത്യമായും സംഭവിച്ചിട്ടുണ്ട്. ഇദ്ദേഹം ആദ്യം ഈ പ്രവചനം നടത്തിയപ്പോൾ നമ്മൾ കരുതി വെറുതെ തള്ളുകയാണെന്ന്. പക്ഷേ അങ്ങനെ അല്ലായിരുന്നു. കാര്യങ്ങളെല്ലാം പഠിച്ചു പറയുകയായിരുന്നു പുള്ളിക്കാരൻ ചെയ്തത്. എന്തായാലും പുള്ളി പറഞ്ഞത് അച്ചട്ടായി സംഭവിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുമോ ഇല്ലയോ എന്നുള്ള സംശയങ്ങൾ കോൺഗ്രസിലെ ചിലർ തന്നെ ഉയർത്തിയപ്പോഴാണ് അക്കാര്യത്തിൽ ഒന്നും യാതൊരു സംശയവുമില്ലെന്നും ഉറപ്പായും വിജയിക്കുമെന്നും പ്രഖ്യാപിച്ച് ഒരു വ്യക്തി രംഗത്തെത്തിയത്. വിജയം പ്രഖ്യാപിച്ച് രംഗത്തെത്തിയ ആളൊരു സാധാരണ വ്യക്തിയല്ല. ജനങ്ങളുമായി ഇടപഴകുന്ന, ജനങ്ങളുടെ മനസ്സറിയുന്ന വ്യക്തി തന്നെയാണ്. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിലെ യു.ഡി.എഫ്. സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭൂരിപക്ഷം പ്രവചിച്ച് രംഗത്തെത്തിയത് DCC പ്രസിഡന്റ് എ. തങ്കപ്പനാണ്. പാലക്കാട് കോൺഗ്രസിന് ജയം 100% ഉറപ്പാണെന്നാണ് തങ്കപ്പൻ പറഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മാത്രമേയുള്ളൂ എന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഒരു വെല്ലുവിളിയും സൃഷ്ടിക്കാൻ ബി.ജെ.പിക്കോ CPM-നോ ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. സരിൻ CPM-ലേക്ക് പോയതുമൂലം കോൺഗ്രസ് വോട്ടുകൾ CPM-ലേക്ക് പോകുമെന്ന് ചിലയിടങ്ങളിൽ പ്രചരണം നടന്നിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള പ്രചരണങ്ങളിൽ യാതൊരുവിധ വസ്തുതയും ഇല്ലെന്നാണ് തങ്കപ്പൻ പറയുന്നത്. കാരണം ഇത്രയും നാൾ കോൺഗ്രസിനൊപ്പം നിന്ന്, കോൺഗ്രസിനൊപ്പം പ്രവർത്തിച്ച്, കോൺഗ്രസ് പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിലെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഇരുന്ന സരിൻ CPM-ലേക്ക് പോയതുകൊണ്ട് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ഉണ്ടായിരിക്കുന്നത് ലാഭമാണെന്നാണ് തങ്കപ്പൻ്റെ അഭിപ്രായം. അദ്ദേഹം പറയുന്നത് എന്തെന്നാൽ സരിൻ CPM-ലേക്ക് പോയതുമൂലം കോൺഗ്രസ് വോട്ടുകൾ ഒരിക്കലും കുറയില്ല എന്നാണ്. CPM-ലേക്ക് സരിൻ മാത്രമേ പോയിട്ടുള്ളൂ. അദ്ദേഹത്തിനൊപ്പം കോൺഗ്രസ് വോട്ടുകൾ പോയിട്ടില്ല. എന്നാൽ CPM-ലേക്ക് ചെന്നതുമൂലം അവിടെയുള്ള CPM വോട്ടുകൾ കോൺഗ്രസിന് ലഭിക്കുമെന്നും തങ്കപ്പൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. എങ്ങനെ നോക്കിയാലും സരിൻ കോൺഗ്രസ് പ്രസ്ഥാനം വിട്ട് CPM-ലേക്ക് ചേക്കേറിയത് കോൺഗ്രസിന് ലാഭകരമായ ഒരു കച്ചവടം തന്നെയാണ് എന്നാണ് തങ്കപ്പൻ്റെ അഭിപ്രായം. ഉറപ്പായി CPM സ്ഥാനാർത്ഥി 3-ാം സ്ഥാനത്തേക്ക് പോകുമെന്നും അദ്ദേഹം കരുതുന്നുണ്ട്. നിലവിൽ അടിത്തറ നഷ്ടപ്പെട്ടു നിൽക്കുന്ന പാർട്ടിയാണ് CPM. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി കോൺഗ്രസ് തങ്ങളുടെ അടിത്തറ വിപുലപ്പെടുത്തി വരികയാണ്. ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത്. പാലക്കാടും മറിച്ചൊന്നും സംഭവിക്കില്ലെന്നും തങ്കപ്പൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിലിന്റെ നോമിനി ആണെന്നുള്ള കാര്യം കെ. സുധാകരന് മുൻപ് തുറന്നു സമ്മതിച്ചിരുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ നേരത്തെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. കോൺഗ്രസിലെ മുതിർന്ന നേതാവായ കെ. മുരളീധരനെ പാലക്കാട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കണമെന്നായിരുന്നു ഒരു വിഭാഗം ആവശ്യപ്പെട്ടിരുന്നത്. കാരണം മുരളീധരനെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലേക്ക് മാറ്റുകയും പകരം വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഷാഫി പറമ്പിൽ മത്സരിക്കാൻ എത്തുകയുമായിരുന്നു. തൃശൂർ മണ്ഡലത്തിൽ മുരളീധരൻ തോൽക്കുകയും വടകരയിൽ ഷാഫി പറമ്പിൽ വിജയിക്കുകയും ചെയ്തു.
തുടർന്ന് ഷാഫി പറമ്പിൽ രാജിവെച്ച പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവിടെ സ്ഥാനാർത്ഥിയായി കെ മുരളീധരനെ തീരുമാനിക്കണമെന്നായിരുന്നു കോൺഗ്രസിലെ വലിയൊരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും ആവശ്യപ്പെട്ടത്. എന്നാൽ തന്റെ പ്രതിനിധി എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ മത്സരിപ്പിക്കണമെന്നായിരുന്നു MLA ആയിരുന്ന ഷാഫി പറമ്പിലിന്റെ ആഗ്രഹം. എന്തായാലും ഷാഫിയുടെ ആഗ്രഹം പോലെ തന്നെ കാര്യങ്ങൾ നടന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് സ്ഥാനാർത്ഥിയാവുകയും ചെയ്തു. എന്നാൽ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് വിവിധ എതിർപ്പുകൾ ഉയർന്നിരുന്നു. പ്രത്യക്ഷമല്ലെങ്കിൽ കൂടി തന്റെ അനിഷ്ടം കെ മുരളീധരനും നേരത്തെ പ്രകടമാക്കുകയുണ്ടായി. ഇപ്പോൾ ഇതിനെയെല്ലാം നിരാകരിച്ചുകൊണ്ടാണ് DCC പ്രസിഡന്റ് തങ്കപ്പൻ രംഗത്തെത്തിയിരിക്കുന്നത്. സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് പാലക്കാട് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലെന്നും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രസ്താവനകൾ പല നേതാക്കന്മാർ പുറത്തുവിട്ടിരുന്നല്ലോ എന്ന ചോദ്യത്തിന് രസകരമായ മറുപടിയാണ് തങ്കപ്പൻ പറഞ്ഞത്. സ്ഥാനാർത്ഥിത്വത്തിനെതിരെ എതിർപ്പുകൾ ഉണ്ടാകുന്നത് മാധ്യമങ്ങൾ ആണെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. പാലക്കാട് കോൺഗ്രസിന് എതിരില്ല, അങ്ങനെ എതിരില്ല എന്ന് കണ്ടപ്പോൾ ഇത്തരം വാർത്തകൾ പറഞ്ഞു പരത്തുകയായിരുന്നു എന്നും പറയുന്നു. അതായത് കെ മുരളീധരന്റെ വിമർശനങ്ങളും സരിൻ ഉൾപ്പെടെയുള്ള ചില കോൺഗ്രസ് നേതാക്കളുടെ പാർട്ടി വിടലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധമില്ലെന്നാണ് തങ്കപ്പൻ വ്യക്തമാക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു വെല്ലുവിളിയും ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രത്യേകത എന്നും അദ്ദേഹം പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് വളരെ മുൻപ് തന്നെ മുന്നൊരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. പഴുതടച്ചുള്ള പ്രചരണം നടത്തിയാണ് മുന്നോട്ട് പോയത്. ഒരു വെല്ലുവിളിയും തോന്നിയിരുന്നില്ല. വലിയ ഭൂരിപക്ഷവുമായി മുന്നോട്ട് പോകും. സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനുമെതിരെയുള്ള ജനവികാരമാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യവും തങ്കപ്പൻ വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ ഉറപ്പായും പാലക്കാട് വിജയിക്കുമെന്നും അങ്ങനെ വിജയിക്കുമ്പോൾ രാഹുലിന്റെ ഭൂരിപക്ഷം എത്രയായിരിക്കുമെന്നും തങ്കപ്പൻ പറയുന്നുണ്ട്. 15,000-ലധികം വോട്ടുകൾക്ക്, ശ്രദ്ധിക്കണം, 15,000-ലധികം വോട്ടുകൾക്ക് പാലക്കാട് മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുമെന്നാണ് തങ്കപ്പൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. വിജയിച്ചത് 11,840 വോട്ടുകൾക്ക്. പറഞ്ഞതുപോലെ തന്നെ ഭൂരിപക്ഷം 15,000 കടന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മെട്രോമാൻ ശ്രീധരനും ഷാഫി പറമ്പിലും തമ്മിൽ മത്സരിച്ചപ്പോൾ ഷാഫി വിജയിച്ചത് 3,859 വോട്ടുകൾക്കാണ്. ഈ ഭൂരിപക്ഷം ഇപ്പോൾ വർദ്ധിക്കുമെന്നാണ് തങ്കപ്പൻ പറഞ്ഞത്. ഇവിടെ തങ്കപ്പന്റെ കണക്കുകൂട്ടൽ വ്യക്തമാണ്. മെട്രോമാൻ പിടിച്ച വോട്ടിന്റെ അത്രയൊന്നും C. കൃഷ്ണകുമാർ ഇത്തവണ നേടില്ല എന്നാണ് തങ്കപ്പൻ പറഞ്ഞത്. അപ്പോൾ BJPയുടെ ഭാഗത്തു നിന്നും ചോരുന്ന വോട്ടുകൾ കോൺഗ്രസിലേക്ക് കേന്ദ്രീകരിക്കുമെന്നും അദ്ദേഹം കരുതുന്നുണ്ട്. ആ വോട്ടുകൾ കൂടി ചേരുമ്പോൾ ഉറപ്പായും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭൂരിപക്ഷം നേരത്തെ ഷാഫി നേടിയ ഭൂരിപക്ഷത്തിന്റെ 5 ഇരട്ടിയോളമാകുമെന്നാണ് തങ്കപ്പൻ പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും കോൺഗ്രസ് നേതാക്കളാണെങ്കിലും പാലക്കാട്ടുകാർക്ക് അവരുടെ നേതാവ് ഷാഫി തന്നെയാണ്. ഷാഫി നേടിയ വോട്ടുകൾ രാഹുൽ നേടിയാൽ ഈ പറഞ്ഞ കണക്കുകൾ ശരിയാകുമെന്നായിരുന്നു രാഷ്ട്രീയ നിരീക്ഷകർ അപ്പോൾ കരുതിയത്. കഴിഞ്ഞ തവണ നിരവധി ഇടതുപക്ഷ വോട്ടുകൾ കൂടി ഷാഫിക്ക് ലഭിച്ചിരുന്നു എന്നുള്ള കാര്യം കോൺഗ്രസ്സുകാരോ ഇടതുപക്ഷക്കാരോ പറയാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇടതുപക്ഷ വോട്ടിന്റെ പിൻബലമില്ലായിരുന്നെങ്കിൽ ഷാഫി പറമ്പിൽ ഒരുപക്ഷെ പാലക്കാട് പരാജയം രുചിച്ചേനെ. ആ ഇടതുപക്ഷ വോട്ടുകൾ ഇത്തവണ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതാണ്. പക്ഷേ തങ്കപ്പൻ പറഞ്ഞതുപോലെ BJP വോട്ടുകൾ കോൺഗ്രസിന് ലഭിച്ചിട്ടുണ്ട്. ഇതുമാത്രമല്ല, ഇനി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തങ്കപ്പൻ പറഞ്ഞ മറ്റു ചില കാര്യങ്ങളും കൂടിയുണ്ട്. കോൺഗ്രസിന്റെ ഒരു വോട്ടും സരിന് കിട്ടില്ല. സരിൻ കോൺഗ്രസ് വിട്ട് CPM-ലേക്ക് പോയതുകൊണ്ട് അവിടുത്തെ വോട്ട് ഇങ്ങോട്ട് വരാൻ പോവുകയാണ്. പാലക്കാട് നഗരസഭയിലും 3 പഞ്ചായത്തുകളിലും കോൺഗ്രസിന് വലിയ ലീഡ് കിട്ടുമെന്ന് ഉറപ്പിച്ചു പറയാം. CPM-ഉം BJP-യും തമ്മിൽ ഡീലുണ്ട്. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് കാണുന്നതെന്ന് തങ്കപ്പൻ ആരോപിക്കുന്നുണ്ട്. രാഹുലിന് വേണ്ടി വോട്ട് ചോദിക്കാൻ പാലക്കാട് എത്തിയ മുരളീധരൻ രാഹുലിന്റെ പേര് പറഞ്ഞു തന്നെയാണ് വോട്ട് ചോദിച്ചതെന്നും തങ്കപ്പൻ പറഞ്ഞിരുന്നു. ഇക്കൂട്ടത്തിൽ തങ്കപ്പൻ പറഞ്ഞൊരു കാര്യം, അതിനോടൊരു ചെറിയ എതിർപ്പുണ്ട്. തങ്കപ്പൻ പറഞ്ഞ കാര്യം ഷാഫി പറമ്പിൽ പോലും അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഷാഫി കഴിഞ്ഞ തവണ വിജയിച്ചത് CPM വോട്ട് കൊണ്ടല്ല എന്ന്. ഷാഫിക്ക് മറ്റു പാർട്ടികളുടെ വോട്ട് കിട്ടിയിട്ടില്ല. 3 തെരഞ്ഞെടുപ്പ് നോക്കിയാലും ഷാഫിക്ക് വോട്ട് കുറയുകയാണ് ചെയ്തത്. എന്നാൽ CPM തോൽക്കുമ്പോൾ സ്ഥിരമായി പറയുന്നതാണ് BJP വിജയിക്കാതിരിക്കാൻ ഷാഫിക്ക് വോട്ട് ചെയ്തുവെന്ന്. ഇങ്ങനെയൊക്കെയാണ് തങ്കപ്പൻ പറഞ്ഞത്. ഇക്കാര്യത്തിനോട് എനിക്ക് വിയോജിപ്പുണ്ട് കേട്ടോ. കാരണം ഷാഫി പറമ്പിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇടതുപക്ഷ വോട്ടുകൾ കിട്ടിയിരിക്കാം എന്ന്. എന്തായാലും തങ്കപ്പൻ്റെ വാക്കുകൾക്ക് ഇപ്പോൾ തങ്കത്തിൻ്റെ വിലയാണ്.